പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഈ ഗ്ലാസ് ഇതണ്ട ബ്ലാക്ക് കളർ ഗ്ലാസ് കണ്ട. ഇത് കൂളിംഗ് ഫിലിമോ കാര്യങ്ങളൊന്നും വാങ്ങാണ്ട് നല്ല വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഈ ഒരു ബ്ലാക്ക് കളർ ഗ്ലാസ് ഇത്രയും ക്ലിയർ, ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ലേ. ഇത് നേരിട്ട് നോക്കുമ്പോൾ ഇതിനെക്കാട്ടി സെറ്റ്, വീഡിയോയിൽ അത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് നോക്കുമ്പോൾ അത്രയും ക്ലിയർ സാധനം വെച്ചാൽ വേറെ തന്നെ ഒരു ലെവൽ സാധനമാണിത്. അതായത് ഇൻറ്റീരിയർ ഇല്ലാണ്ട് നമ്മൾ വണ്ടി ചെയ്യുമ്പോൾ, ഈ ഒരു ട്രാവലർ ഇൻറ്റീരിയർ ഇല്ലാണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ഫുള്ള് ഗ്ലാസ് ഇതാണ് കൊടുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വണ്ടിയായാലും, കാറായാലും ബസ്സായാലും ലോറിയായാലും ഏതായാലും ഇൻറ്റീരിയർ ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്ന വണ്ടികൾക്ക് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കിട്ടുന്ന സാധനമാണ്. അതായത് നോക്കുമ്പോൾ ഗ്ലാസിൻ്റെ ഫീൽ കിട്ടുകയും ചെയ്യും, എന്നാലും ഉള്ളൊന്നും കാണുകയും ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ആ ഒരു മേക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഈ ഗ്ലാസ്സാണ്, അതായത് അക്രിലിക് ഷീറ്റ് 12 ഇഞ്ച് സൈസ് വരുന്ന അക്രിലിക് ഷീറ്റ്, 1 mm തിക്നെസ് വരുന്ന അക്രിലിക് ഷീറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് എവിടുന്ന് വാങ്ങി, എത്ര പൈസയായി, സംഭവം എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ കൂളിംഗ് ഫിലിം എങ്ങനെയാണ് പറിക്കുക, എങ്ങനെ ഇതിപ്പം ക്ലാരിറ്റി ഒന്നും കാണുന്നില്ല, ഇതെങ്ങനെ ക്ലാരിറ്റി ആക്കി എടുക്കാം, ഇത് ഫിലിം പറിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഗ്ലാസ് ആവും, സെറ്റാവും. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഈ ഒരു തംബ്നെയിലുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് വണ്ടിയിലേക്ക് വെക്കാനുള്ള കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സൈഡ് ഗ്ലാസ് ആയാലും ബാക്ക് ഗ്ലാസ് ആയാലും ഫ്രണ്ട് ഗ്ലാസ് ആയാലും എല്ലാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കണം. അതായത് സൈഡ് ഗ്ലാസും ഫ്രണ്ട് ബാക്ക് എല്ലാമായിട്ട് ഈ ഒരു ഷീറ്റ് നമുക്ക് കറക്റ്റ് അളവെടുത്തിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനകത്ത് നിന്ന് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വണ്ടിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്തതല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നതും ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നാന്നറിയില്ല, ഫോണിൽ ഇപ്പോൾ കാണുന്നില്ല. ഡിലീറ്റ് ആയി പോയതാണോ, വേറെ വീഡിയോയിലാണ് ഡിലീറ്റ് ആക്കുന്ന കൂട്ടത്തിൽ പോയതാണോ അല്ല എന്നാണെന്നറിയില്ല, വീഡിയോ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ എന്നിട്ടും ഇത്രയും ക്ലിപ്പ് ഡിലീറ്റ് ആയി പോയിട്ട് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം, ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ഇട്ട ടൈം കുറേ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചെയ്തത്, അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ആ ഒരു ഗ്ലാസ് ഷീറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പീസെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം ജസ്റ്റ് ഒരു പീസ് വെറുതെ കാണിക്കുന്ന കേട്ടോ. കറക്റ്റ് വിൻഡോൻ്റെ സൈസെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ലെയർ റിമൂവ് ചെയ്യുക. ഒരു ലെയർ, 2 ലെയർ ഉണ്ടാവും, 2 ഭാഗത്ത് ലെയർ ഉണ്ടാവും. അതിനകത്ത് ഒരു ലെയർ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഇപ്പോൾ ലെയർ ഉണ്ട്, അത് റിമൂവ് ചെയ്യാൻ പാടില്ല. അതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കുക ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ലെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പ്രേ പെയിൻറ്റിൻ്റെ ക്യാപ്പ് ഊരി കണ്ട ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് അടിച്ച് കണ്ട അടയാളങ്ങൾ കണ്ടോ. നമ്മൾ ഇത് സൈഡ് പീസിൻ്റെ, ഇത് ബാക്കിൻ്റെ, ഇത് ഫ്രണ്ടിൻ്റെ, ഇത് ബാക്ക്, അതായത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ വീഡിയോയിൽ എടുത്തിയാ. എന്നാന്നറിയില്ല, വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു നിങ്ങൾക്ക്. നമ്മുടെ ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലാസ് ആ ലെയർ റിമൂവ് ചെയ്ത ഭാഗം മേലെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, സ്പ്രേ പെയിൻറ്റ് മാറ്റായാലും ഗ്ലോസി ആയാലും ഒന്നും കുഴപ്പമില്ല, ഏതായാലും നമുക്ക് ഒരേപോലെയാണ്. ബ്ലാക്ക് കളറ് സ്പ്രേ പെയിൻറ്റ് ഇതേപോലെ സ്പ്രേ ചെയ്തെടുക്കാം. സ്പ്രേ ചെയ്യുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. ഒന്ന് ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി കാണിച്ചു തരാം. ഇതെല്ലാം അങ്ങനെ അടിച്ചതിൻ്റെ അടയാളമാണ്. നല്ല വീഡിയോ എടുത്തിട്ടാണ്, സംഭവം എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇതിപ്പോൾ ഞാൻ മാറ്റ് ബ്ലാക്കാണ് അടിച്ചത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഗ്ലോസി ആയാലും പ്രശ്നമൊന്നുമില്ല, എന്തടിച്ചാലും ഇതിലെന്തായാലും ഗ്ലോസി തന്നെ ആയിരിക്കും. മാറ്റായാലും ഗ്ലോസി ആയിരിക്കും. അപ്പോൾ ഇത് സംഭവം ഇതേപോലെ പെയിൻ്റ് അടിക്കുക. ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, കണ്ടില്ലേ. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വരുന്നത്. ബാക്കിയുള്ള വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ ഉള്ളതാണ് ഡിലീറ്റ് ആയി പോയത്, ബാക്കി ക്ലിപ്സൊക്കെ ഉണ്ട്, അത് ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സൈഡിൻ്റെയും ഫ്രണ്ടിൻ്റെയും എല്ലാം പീസ് ഇതേപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് എല്ലാ സൈഡ് ഗ്ലാസും, അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ്, എല്ലാ ഗ്ലാസും ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ഒന്ന് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിൻ്റെ മെയിൻ പരിപാടി വരുന്നത്. അതായത് ഈ ഗ്ലാസിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫിലിം റിമൂവ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ഒരു സൈഡാണ് റിമൂവ് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചത്. അപ്പോൾ ഇപ്പം ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫിലിം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്നൊക്കെ അറിയില്ല, നേരിട്ട് നോക്കുമ്പോൾ വളരെ ക്ലാരിറ്റി ഉള്ള ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, അത്രയും ക്ലാരിറ്റി ഉള്ള ഗ്ലാസ്സാണ് നമുക്ക് ഈ ഒരു വർക്കോടെ കിട്ടിയിട്ടുള്ളത്.
ഇതുപോലെ നമുക്ക് എല്ലാ പീസിൻ്റെയും പ്രൊട്ടക്റ്റീവ് ഫിലിം റിമൂവ് ചെയ്തെടുക്കാം. എന്നാലും നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. എല്ലാ പീസിലും ആ ഒരു ഫിലിം റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഗ്ലാസ് ഒട്ടിക്കേണ്ട പരിപാടി നോക്കാം. ഈ കാണുന്ന പശ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. അതായത് B7000 എന്ന് പറഞ്ഞ ഈ ഒരു പശ. അതല്ലെങ്കിൽ ഫെവി ബോണ്ട്, നമ്മൾ നോർമൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന 30 രൂപ കൊടുത്തൊക്കെ കിട്ടുന്ന ഈ ഒരു ഫെവി ബോണ്ട് ആയാലും മതി. ഈ ഒരു ഗ്ലൂവിന് അത്യാവശ്യം പൈസ ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അത് ഏകദേശം അതിനകത്ത് കഴിയാനായി. ഇങ്ങനെ മടക്കി പിടിച്ചാൽ ഇനിയും ഒരുപാട് വരാനുണ്ട് ഉള്ളിൽ. അപ്പോൾ എല്ലാ ഗ്ലാസ്സിൻ്റെ ഇടയ്ക്കും നമ്മൾ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുക, പിന്നെ ഗ്ലാസ് ഒട്ടിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാ ഗ്ലാസ് ഇതായാലും ഉള്ളിൽ നിന്നാണ് ഒട്ടിക്കുക കേട്ടോ. ഉള്ളിൽ ബോഡിയിൽ ഒട്ടിക്കുക. ആ ഒരു ഗ്ലൂ എല്ലാ സ്ഥലത്തും നല്ലപോലെ ആക്കിയിട്ട് ഉള്ളിലത്തെ സ്ഥലത്ത് നിന്ന് കറക്റ്റായിട്ട് എല്ലാം ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് കണ്ട അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രം മഴ വരുന്നൊരു വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. മഴ അധികം വരുന്നുണ്ട്. ഇനി നമുക്ക് മഴ കൊണ്ടാകുന്ന പ്രശ്നമൊന്നുമില്ല, കാരണം ആ പെയിൻറ്റിങ്ങിൻ്റെ ടൈമേ മഴ കൊണ്ടാൽ പ്രശ്നമുള്ളൂ. ഇനിയിപ്പോൾ മഴ കൊണ്ടാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫുൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിച്ച്, സൈഡ്, അതുപോലെ തന്നെ ഇപ്പുറം നോക്കുമ്പോൾ ബാക്കിലും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഇതാണ് ബാക്ക് ലുക്ക് വരുന്നത്. ഇനിയിപ്പം ഇത് കവർ ചെയ്യും കേട്ടോ. ഇവിടെ വൈറ്റ് സാധനം വരും, അതായത് വൈറ്റ് സ്റ്റിക്കർ ഫുള്ള് വരും. പിന്നെ അവിടെ ഒരു ഗ്രാഫിക്സ് എല്ലാം വരും. പിന്നെ ലേഡറെല്ലാം വരാനുണ്ട്, ബ്രേക്ക് ലൈറ്റെല്ലാം വരാനുണ്ട്. പിന്നെ ഉള്ളിൽ നിന്ന് ഇതാണ് അവസ്ഥ കേട്ടോ. ഉള്ളിൽ നമ്മളിതെങ്ങനെ ഈ പീസ് ചെറുങ്ങനെ ചിരിഞ്ഞു പോയി കണ്ടോ. ആ പീസ് ചെറുങ്ങനെ ചിരിഞ്ഞു പോയി ഒട്ടിക്കുമ്പോൾ. അത് പുറത്തു നോക്കാൻ പ്രശ്നമില്ല, വേറെ പ്രശ്നമില്ല. കുറച്ച് ചെരിവുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ഇങ്ങനെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. പീസാക്കിയിട്ട് ഒറ്റ പീസാക്കിയിട്ട് ഒട്ടിച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒറ്റൊരു പീസാക്കി ഒട്ടിച്ചാൽ മതി. അപ്പോൾ ബേക്കിൽ ഒറ്റ പീസായിട്ട് നമ്മൾ ഒട്ടിച്ച ഈ 2 പീസ് ഒറ്റന്നാക്കി ഒട്ടിച്ച്, സൈഡും അതേപോലെ ഒട്ടിച്ചാൽ മതി. പീസ് ആക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഉള്ളിലത്തെ കാഴ്ചകൾ. ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇത് പ്ലാറ്റ്ഫോം ഒട്ടിക്കണം. പ്ലാറ്റ്ഫോം ഒട്ടിച്ച് കവർ ചെയ്യണം. ടോപ്പും കൂടി ഒട്ടിക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഇതാണ്, ഫ്രണ്ട് ലുക്ക് ഇതാണ് വരുന്നത്. കുറച്ച് പരന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ ആ പരപ്പൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. ആദ്യം നല്ല പരന്ന വണ്ടിയായിരുന്നു. ആ ബേക്കിൽ 6 ടയർ വരുന്ന വണ്ടിയാണ് കുറച്ച് പരന്നിട്ടല്ലേ. ബേക്ക് നോക്കുമ്പോൾ പിന്നെയും നമുക്ക് പരന്നൊരു ടൈപ്പ് ഉണ്ട്. പക്ഷേ ഫ്രണ്ട് നോക്കുമ്പോൾ സാധാരണ ട്രാവലർ പോലെ തന്നെ ഇപ്പോൾ ഉള്ള ഹെഡ്ലൈറ്റെല്ലാം ചെയ്യാനുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ കണ്ട നല്ല റിഫ്ലക്ഷനുള്ള എന്താ പറയുക, നല്ല ക്ലിയർ ഗ്ലാസ് തന്നെയാണ്. നമ്മളെ വെളിച്ചെല്ലാം എന്നെ തന്നെ കാണുവാണെങ്കിൽ കാണുന്നുണ്ട്, നോക്കട്ടെ. കണ്ട അത്രയും ക്ലിയർ ആണ്, കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ അത്രയും ക്ലിയർ ആണ് സംഭവം. നല്ല സെറ്റ് സാധനമാണ്. ഗ്ലാസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കൂളിംഗ് ഫിലിം ഒട്ടിച്ചാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ, ഇത് ബബിൾസ് വരും. ഇതിപ്പം ബബിൾസ് മറ്റേ മഴത്തുള്ളിയാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട, മഴ ഒറ്റുന്നതാണ്. അതല്ലാണ്ടില്ല, ഉള്ളിലുള്ള നമ്മൾ ഒട്ടിക്കുക. അത് നല്ല വൃത്തിക്ക് ഒട്ടിച്ചില്ലെങ്കിൽ ബബിൾ വരും. അതിങ്ങനെ ചെറിയ പീസാണ് ഒട്ടിച്ചാൽ കുറച്ചേ എന്തായാലും ബബിൾ വന്നിട്ട് ഫുള്ള് ഡാമേജ് ആവും. എയർ ബബിൾ കയറിയിട്ട് ലുക്ക് പോവും. ഫുള്ള് ആ ഗ്ലാസ്സിൽ എയർ ബബിൾ ആയിരിക്കും. നല്ല വൃത്തിക്ക് ഒട്ടിച്ചാൽ സെറ്റാണ്. ഇല്ലെങ്കിൽ എയർ ബബിൾ എന്തായാലും വരും. ചെറിയ പീസുകൾ ഒട്ടിക്കാൻ നല്ല ഒട്ടിച്ച് ശീലമുള്ളവർക്ക് എല്ലാം നടക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഫുള്ള് ബ്ലാക്ക് ആക്കുന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് അടിക്കുന്നതിന് നല്ലത് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ മറ്റേ എന്താ പറയുക, കുറച്ച് ഡാർക്കാക്കി അങ്ങനത്തെ ടൈപ്പില്ല, അതായത് ഹാഫ് വിസിബിലിറ്റി ഉള്ള അങ്ങനത്തെ ആണെങ്കിൽ കൂളിംഗ് ഫിലിം നല്ല വൃത്തിക്ക് ഒട്ടിച്ചാൽ മതി. ഫുള്ള് ബ്ലാക്ക് ആക്കുന്നുണ്ടെങ്കിൽ കൂളിംഗ് ഫിലിമിനെക്കാട്ടി നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പണി ഈ വണ്ടിയിൽ ബാക്കിയുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ പരിപാടി മൊത്തം തീർത്ത് വണ്ടി ഡെലിവറി ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പരിപാടി കുറച്ച് ഫിറ്റിങ്സ് എല്ലാം ഉണ്ട്. പിന്നെ കുറേ പരിപാടി ഉണ്ട്, സ്റ്റിക്കർ വർക്ക് ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.